ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ബൈബിളിൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ, ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്ക് ഇരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വയ്ക്കുക. ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചും ഇരിക്കയാൽ സരളവൃക്ഷമേ ഓളിയിടുക. ദുർഗമവനം വീണിരിക്കുകയാൽ ബാഷാനിലെ കരുവേലകളെ ഓളിയിടുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ലെബനോനെ, നിന്റെ വാതിലുകൾ തുറക്കുക, നീ നിന്റെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. ഹല്ലേലൂയ. സക്കറിയ പ്രവാചകനാണ് ഇത് പറഞ്ഞത്. എന്നാൽ ഇരമ്യാവ് പ്രവാചകൻ 22-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ, നീ ഗിലെയാദും ലെബനോൻ്റെ ശിഖരവും ആകുന്നു, എങ്കിലും ഞാൻ നിന്നെ ഒരു മരുഭൂമിയും നിവാസികളില്ലാത്ത പട്ടണങ്ങളും ആക്കും. ഞാൻ ആയുധപാണികളായ സംഹാരകന്മാരെ നിന്റെ നേരെ സംഭരിക്കും. അവർ നിന്റെ വിശിഷ്ട ദേവാരുക്കളെ തീയിൽ ഇട്ടുകളയും. ഹല്ലേലൂയ. അപ്പോൾ ലെബനോൻ എങ്ങനെ ഭീകര രാജ്യമായി തീർന്നു? ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ മുൻപ് 6 രാജ്യങ്ങളെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് പിന്നീട് ഒത്തൊരുമയായി ഭീകര പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്നു. മാത്രമല്ല, ഇസ്രായേൽ എന്ന രാജ്യത്തെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം, അതിനുള്ള എല്ലാ ആയുധങ്ങളും അവർ രഹസ്യമായി നിർമ്മിച്ച് സ്റ്റോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇസ്രായേലിനെ ഈ ഭൂമുഖത്തു നിന്നും മാറ്റുവാൻ ഇറാൻ എന്ന ഹെഡ് ഈ ലോകത്തെ വിറപ്പിക്കണം എന്ന തരത്തിലാണ് ഇറാൻ്റെ അണുവായുധ പ്രഹര ശേഷി അവിടെ നിർമ്മിച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തെ മുഴുവനും വിറപ്പിക്കണം, ചെറിയ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക ആദ്യത്തെ ലക്ഷ്യം. എന്നാൽ 2023 ഒക്ടോബർ മാസം തുടങ്ങിയ യുദ്ധം 2026 മാർച്ച് വരെ ഇതാ നിർത്താതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാൻ്റെ പ്രോക്സി ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ലെബനോനിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും യുദ്ധം തുടങ്ങിയപ്പോൾ ലെബനോണിൽ നിന്നും ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. മാത്രമല്ല, യുദ്ധം ഇസ്രായേൽ തളരാതെ ലെബനോണിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ രാജ്യത്തെ ചുട്ട് കരിക്കുമെന്ന് വെല്ലുവിളിച്ച ഹിസ്ബുള്ള ഭീകരരെ എല്ലാം ചുട്ടുകൊന്നുകൊണ്ടിരിക്കുകയാണ്. 500-ലധികം ഭീകരരെ ഇസ്രായേൽ സൈന്യം
ലെബനോണിൽ വധിച്ചു കഴിഞ്ഞു. ബെയ്റൂട്ടിലെ ഭീകര ഹിസ്ബുള്ള താവളങ്ങളിൽ ബോംബാക്രമണങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം തുടരുകയാണ്. വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, നീ എനിക്ക് ഗിലെയാദ് പോലെയും ലെബനോൻ കൊടിമുടി പോലെയുമാണ്, എങ്കിലും ദൈവം നിന്നെ മരുഭൂമിയാക്കും, ഒരു വിജന നഗരം ആക്കും. ഭീകരർക്ക് എതിരെ ഇസ്രായേലിലെ ആയുധധാരികളായ സംഹാരകരെ ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. ലെബനോണിലെ ഭീകരരെയും രാജ്യത്തെയും വെട്ടി വീഴ്ത്തി തീയിൽ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബുകൾ വീഴാം, നാശനഷ്ടങ്ങൾ സംഭവിക്കാം. എന്നാൽ ലെബനോനിലെ ഭീകര ഹിസ്ബുള്ളകൾക്ക് വൻ നാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്ക് അതേപോലെ വൻ നാശനഷ്ടങ്ങൾ വരുത്തി തീഗോളങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുക. ഇസ്രായേലാണെങ്കിൽ തലങ്ങും വിലങ്ങും ലെബനൻ്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ, അതായത് ഹെസ്ബുള്ളയുടെ ഒരു ചീഫ് കമാൻഡർ സയ്യിദ് അലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ ലെബനാനിൽ ഉടനീളം ബെയ്റൂത്ത് എന്ന് പറഞ്ഞ ലെബനന്റെ തലസ്ഥാനം കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പലരെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ലെബനന്റെ ഉള്ളിൽ ഇസ്രായേൽ 10 ലക്ഷം ജനങ്ങളെ ഒഴിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത ഞാൻ ഇതിനു മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 10 ലക്ഷം ആൾക്കാരെ എങ്ങനെയാണ് ഒഴിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഇങ്ങനെ ലീഫ്ലെറ്റ് വിതറും. ഈ ലീഫ്ലെറ്റ് വിതറുന്ന വീഡിയോ ആണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്നലെ ലെബനന്റെ ഉള്ളിൽ ഇസ്രായേൽ ഗ്രൗണ്ട് ഫോഴ്സ് എഫക്റ്റീവായിട്ട് അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് ഹെസ്ബുള്ള ടീമുകളെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള പല ബ്രിഡ്ജുകളും, അതായത് ബ്രിഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റാനി റിവറിൽ ബ്രിഡ്ജ് ഉണ്ട്, അതേപോലെ മറ്റു പല റിവറുകളിലും ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് ത്രൂ ആണ് ഇവർ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഹെസ്ബുള്ളയുടെ മൂവിങ്ങിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാലങ്ങളൊക്കെ ഇസ്രായേൽ അടിച്ച് തകർക്കാണ്. അപ്പൊ ഇതിനെ തുടർന്ന് ഈ പാലങ്ങൾ അടിച്ച് തകർത്ത് കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ ട്രൂപ്പിനും അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഇവർ ഈ ടാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്ത് പോകേണ്ടതുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ തന്നെ ഇനഫ് ക്വാണ്ടിറ്റിയിലുള്ള ടാങ്കുകൾ അപ്പുറത്ത് മൂവ് ചെയ്തിട്ടാണ് ഈ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. കാരണം ഗാസയിൽ ഇതേപോലത്തെ ഒഴിപ്പിക്കലൊക്കെ ഇസ്രായേൽ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലീഫ്ലെറ്റ് കൊടുത്ത് 30 മിനിറ്റ്സ് ആണ് മാക്സിമം ടൈം ലൈൻ കൊടുത്തിരുന്നത്. എന്നാൽ ഇമീഡിയറ്റ് ആയിട്ട് 30 മിനിറ്റ്സ് കഴിഞ്ഞ ഉടനെ ആക്രമണം നടത്തിയില്ല. അത് കഴിഞ്ഞ് മണിക്കൂറുകളോളം സമയം കൊടുത്തിട്ടാണ് ഇസ്രായേൽ അവിടെ അറ്റാക്ക് നടത്തിയത്. താറുമാറായിട്ടുള്ള അറ്റാക്കാണ്. ലെബനൻ എന്നല്ല, ഹെസ്ബുള്ള ചരിത്രത്തിൽ ചിന്തിച്ചു നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റാക്ക്, ഒരു രക്ഷയില്ലാത്ത ആക്രമണങ്ങളാണ്. സകലതും തൂത്തു പറക്കി കളഞ്ഞിട്ടുണ്ട്. المبنى الذي هدده ഈ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ബിന്ദ് ജബ്ലി എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. ഈ ബിന്ദ് ജബ്ലി ഏരിയയിലാണ് ഈ അറ്റാക്ക്. ഇത് ഹെസ്ബുള്ളയുടെ താവളമാണ്. ഹെസ്ബുള്ളയുടെ താവളമാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും ഹിസ്ബുള്ളയെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഹിസ്ബുള്ള മാറിയും തിരിഞ്ഞും റോക്കറ്റുകൾ ഇങ്ങനെ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അയച്ച റോക്കറ്റ് ഒരു വീട്ടിൽ തന്നെ വന്ന് പതിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പാണെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് തകർത്തിട്ടുണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ 1ഉം 2ഉം പല ഭാഗങ്ങളിലായിട്ട് പതിക്കുന്നുണ്ട്. അതിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു ചോദിച്ചാൽ യെസ്, അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിൽ 2 പേര് കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്, സിവിലിയൻസ് ആണ്. അപ്പൊ മൊത്തത്തിൽ ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഡെത്ത് ടോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15 ഉയർന്നിട്ടുണ്ട്. അതുപോലെ 2000-ലധികം ആൾക്കാർ ഹോസ്പിറ്റലിൽ. എന്നാൽ ഇസ്രായേലിലും മിസൈലും ഡ്രോണുകളും പതിച്ചിട്ടുണ്ട്. ടെൽ അവീവിലും മറ്റ്
കേന്ദ്രങ്ങളിലും മിസൈലുകൾ വന്ന് പതിച്ചിട്ടുണ്ട്. അത് കുറേ മിസൈലുകളാണ്. 10-ൽ കൂടുതൽ പേർ മരണപ്പെട്ടിട്ടുണ്ട്. പരുക്കുകൾ നിരവധി പേർക്ക് ഉണ്ട്, ഇല്ല എന്നല്ല. ഇസ്രായേലിനും ചില ബുദ്ധിമുട്ടുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ച മിസൈലിന്റെ ഡെബ്രി വന്ന് ജുദയ സമാരിയ ഭാഗത്ത് വീണിട്ടുണ്ടായിരുന്നു. അതായത് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ. അതിന്റെ പിക്ചറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ തെഹ്റാന്റെ ഉള്ളിൽ തന്നെ ഖുദ്സ് എന്ന്. അതുപോലെയല്ല, ഇസ്രായേലിലും ഇറാനിലും വൻ ആക്രമണങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള ഭീകരർക്ക് നേരെയുള്ള ബോംബാക്രമണം തീയിൽ കത്തിയമരുകയാണ്. ലെബനോൻ മുഴുവൻ ഹിസ്ബുള്ള ഭീകരരെയും കേന്ദ്രങ്ങളെയും ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളിൽ പറയുന്നു, POC ബൈബിളിൽ ജെർമിയ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിൽ ഈ നഗരത്തിനടുത്തുകൂടെ അനേകം ജാതികൾ കടന്നുപോകും. ഓരോരുത്തനും അയൽക്കാരനോട് ചോദിക്കും, ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത്? അവർ തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടി അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്ന് അവർ ഉത്തരം പറയും. യഥാർത്ഥ ദൈവമായ യഹോവയെ ആരാധിക്കുന്ന ജനത്തിനെതിരെ, യഹൂദർക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഏത് ഇസ്ലാമിസ്റ്റ് ഭീകര രാജ്യങ്ങളായാലും ഇത്തരക്കാരെ ദൈവം തകർക്കുക തന്നെ ചെയ്യും. യഹൂദർക്കാണ് ദൈവം 1-ാം സ്ഥാനം ആദ്യം നൽകിയിരിക്കുന്നത്. ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി